ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചതാണ്. എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്റ്റൈലിൽ എങ്ങനെയാണെന്നത് കാണിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ചക്കക്കുരുവോ പൂഞ്ഞോ ഒന്നും ഇടുന്നില്ല, ചക്കച്ചോള മാത്രമേ ഉള്ളൂ. അപ്പോൾ കുക്കറിനകത്തോട്ട് ചക്കച്ചോളയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കളറിന് വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ അരപ്പിന് വേണ്ടി തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതേ ഇടാവുള്ളൂ, കാരണം ടേസ്റ്റ് കൂടുതലായിരിക്കും കാന്താരി ഉണ്ടെങ്കിൽ. പിന്നെ പൊടികൾ നമ്മൾ ഉപ്പ് അരപ്പിനകത്ത് ഇടുന്നില്ല, ഓൾറെഡി നമ്മൾ ചക്കയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊടിയായിട്ട് ഇതിനകത്ത് നമ്മളിടുന്നത് ചെറിയ ജീരകമാണ് ഇടുന്നത്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മളിടുന്നത്. ചെറിയ ജീരകമുള്ളവർക്ക് ചെറിയ ജീരകം ഇടാം. പിന്നെ കുരുമുളക് പൊടി, കുരുമുളകുള്ളവർക്ക് കുരുമുളക് ഇടാം. നമ്മുടെ ഇവിടെ ഉണക്കിയ കുരുമുളകാണ് ഇട്ടേക്കുന്നത്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ചതച്ചെടുക്കാവുള്ളൂ, പേസ്റ്റ് ആക്കരുത്. ഇത് നമ്മൾ ചതച്ചിട്ട് നമ്മുടെ ചക്കയ്ക്കകത്തോട്ട് ഇടണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് ഒറ്റ വിസിൽ വരുന്നിട്ട് ശേഷം ഇത് നമ്മൾ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. നല്ല മണവും ടേസ്റ്റുമാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ. എന്നിട്ട് ചൂടോടുകൂടി നമ്മൾ പാത്രത്തിൽ വെച്ച് കഴിക്കണം. മീൻകറിയോ അച്ചാറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.